തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൻ്റെ കാരണം വൈദ്യുതി ലൈൻ അല്ല എന്ന് റെയിൽവേ വിശദീകരിക്കുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണെന്ന് കരാർ ജീവനക്കാർ പറഞ്ഞത് തെറ്റായ വാദമാണെന്നാണ് റെയിൽവേ പറയുന്നത്. സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷൻ്റെയോ മറ്റ് തദ്ദേശ സ്ഥാപനത്തിൻ്റെയോ അനുമതി ആവശ്യമില്ലെന്നാണ് റെയിൽവേ പറയുന്നത്. സൂരജ് സജി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്. പറയൂ സൂരജ്. ഗുഡ് മോർണിംഗ് സ്കൈൻ. ഇന്നലെ തീപിടുത്തമുണ്ടായ പാർക്കിംഗ് ഏരിയയിലാണ് ഞാനുള്ളത്. എത്രമാത്രം ഭീകരമായ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത് ഇന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കൂടുതൽ വ്യക്തമാകും. കാരണം ഇന്നലെ ഈ മേൽക്കൂരയൊക്കെ വീണതുകൊണ്ട് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകില്ലായിരുന്നു. മേൽക്കൂരയെല്ലാം ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ദൂരത്തിലായിരുന്നു ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നതെന്ന് ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു തീഗോളമായി മാറുകയായിരുന്നു. അതായത് ഈ കാണുന്ന ഒരു ഏരിയ, ഈ ഒരു പ്രദേശം മുഴുവൻ ഒന്നിച്ച് തീ പടരുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. അത്രമാത്രം ആഴത്തിലും വ്യാപ്തിയിലുമുള്ള ഒരു തീപിടുത്തമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പൂർണ്ണമായും സ്കൂട്ടറുകളെല്ലാം കത്തി നശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മേൽക്കൂര ഇവിടെ നിന്ന് മുറിച്ച് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ വൈദ്യുതി ലൈനിൽ നിന്ന് തീ പടർന്ന് താഴേക്ക് വീഴുകയായിരുന്നു, തീപ്പൊരി താഴേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതായിരുന്നു ജീവനക്കാർ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യം. അത് ഇവിടെ ഉണ്ടായിരുന്ന പാർക്കിംഗ് ഏരിയയിലെ കരാർ ജീവനക്കാരായിരുന്നു അത് പറഞ്ഞത്. പക്ഷേ അത് റെയിൽവേ തള്ളുകയാണ്. ആ ഓവർ ഹെഡിൽ നിന്ന് ഒരു തരത്തിലും തീപ്പൊരി വീണിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. അങ്ങനെ വൈദ്യുത ലൈനിൽ നിന്ന് തീ പടർന്ന് ആണ് തീപിടുത്തം ഉണ്ടായെന്ന വാദം റെയിൽവേ തള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതെന്താണ് സംഭവിച്ചതെന്നറിയാൻ പോലീസിന് അന്വേഷണത്തിന് സമാന്തരമായി റെയിൽവേ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായും പറയുന്നുണ്ട്. ഈ സ്കൂട്ടറുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവരെ കണ്ടെത്തുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്, ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്, ഒരു നമ്പർ ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്കൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരാളുണ്ട്. ആ ജീവനക്കാരൻ ഇവിടെ എത്തുന്ന ആളുകളുടെ പേരും വണ്ടി നമ്പറും ഫോൺ നമ്പറും അടക്കം എഴുതി ശേഖരിക്കുകയാണ്. ഒത്തിരി ആളുകൾ വന്നു ഇവിടെ ഇപ്പോൾ ഒരു 12 ആള് വന്നു. അവരുടെ പേരും വിവരങ്ങളും ശേഖരിച്ച് വെക്കണം. നമ്മൾ റെയിൽവേന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് വെക്കണം. കോൺട്രാക്ട് നമ്മൾ വെച്ചേക്കാണ്. ചേട്ടൻ്റെ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെ സ്കാൻ. അതായത് പലരും ഈ വാഹനമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ എത്തി ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെ മാത്രം 12 പേര് ഇവിടെ എത്തി വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ് റെയിൽവേയിലെ ജീവനക്കാരൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നലെ ഇടിഞ്ഞു വീണ മേൽക്കൂരയാണ്. മേൽക്കൂര എടുത്തു മാറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് സ്കേൻ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.